രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധത്തിന് വഴങ്ങി ഡൽഹി പോലീസ്. വിദ്യാർത്ഥികൾക്കെതിരായ പെല്ലറ്റ് ആക്രമണത്തിൽ കേസെടുത്തു. ഡൽഹി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ മിന്നൽ സമരം നടത്തി രാഹുലിനൊപ്പം കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രിയങ്കയും. രാഹുൽ ഗാന്ധിയുടേത് അരാജകത്വത്തിന്റെ രാഷ്ട്രീയമെന്ന് BJP. പിണറായി വിജയനെ തോൽപ്പിച്ചത് സ്ഥാനമോഹികളായ കമ്മ്യൂണിസ്റ്റുകാരെന്ന് വെള്ളാപ്പള്ളി നടേശൻ. തോറ്റെങ്കിലും പിണറായിയെ തള്ളിപ്പറയാനില്ല. തോൽവിയുടെ ഉത്തരവാദിത്തം പിണറായിക്ക് മാത്രമെന്ന് വരുത്താൻ ശ്രമിക്കുന്നു. AN ഷംസീറിന് ലീഗിന്റെ മനസ്സാണ്. ഗണേഷ് കുമാറിനെതിരെയും വെള്ളാപ്പള്ളി. ഉമ്മൻചാണ്ടിയെ ഒറ്റിക്കൊടുത്താണ് ഗണേഷ് കുമാർ മന്ത്രിയായതെന്നും ആക്ഷേപം. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തി. നടപടിയെടുത്തത് കണ്ണൂർ ജില്ലാ കളക്ടർ. 7 വർഷത്തിനിടെ ആയങ്കി പ്രതിയായത് 9 ക്രിമിനൽ കേസുകളിൽ. രാഷ്ട്രീയ പ്രതിരോധമുയർത്താൻ CPM. കോഴിക്കോട്ട് നയവിശദീകരണ യോഗം വിളിച്ചു. മുഹമ്മദ് റിയാസിന് പിന്നാലെ പിണറായിയിലേക്കും അന്വേഷണം എത്തുമെന്ന് വിലയിരുത്തൽ. ED അപസർപ്പക കഥ പ്രചരിപ്പിക്കുന്നുവെന്ന് ദേശാഭിമാനി. അഭിപ്രായം പറയാനില്ലെന്ന് മുഖ്യമന്ത്രി. മിസ വിവാദത്തിൽ നാടകപ്രവർത്തകരെ പിന്തുണച്ച് സാംസ്കാരിക മന്ത്രി. കലാകാരന്മാരുടേത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് PC വിഷ്ണുനാഥ്. അനാവശ്യ വിവാദമെന്ന് മുഖ്യ അഭിനേത്രി ചിന്നു ചിലങ്ക. മിസ നാടകം വീണ്ടും അവതരിപ്പിക്കാൻ DYFI. തൃശൂരിൽ സമാപന സമ്മേളനത്തിൽ വീണ്ടും അവതരിപ്പിക്കും. മുട്ടൽ കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് വീണ്ടും തിരിച്ചടി. കേസ് ചോറ്റാനിക്കര കോടതിയിൽ നിന്ന് കേസ് മാറ്റണമെന്ന ആവശ്യം തള്ളി. ആദ്യ പ്രതി നേരിട്ട് ഹാജരാവണം. മറ്റുള്ളവർക്ക് വീഡിയോ കോൺഫറൻസ് അനുവദിച്ചു. ദേശാഭിമാനി വാരാന്ത്യ പതിപ്പ് മുൻ എഡിറ്റർ KR അജയൻ രാജിവെച്ചു. രാജി ലേഖന വിവാദത്തിൽ കുടുങ്ങി. വിവാദം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്ന ആക്ഷേപം. പ്രസിഡന്റ് എഡിറ്ററുടെ കാരണം കാണിക്കൽ നോട്ടീസിന് പിന്നാലെ രാജി. M ഗീതാനന്ദൻ ആശ്വാസം. മുത്തങ്ങ സമരത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ശിക്ഷാവിധി മരവിപ്പിച്ചു. പ്രതികൾ 46,000 രൂപ കെട്ടിവെക്കണം. അപ്പീലിൽ വിശദമായ വാദം പിന്നീട് കേൾക്കും. നാടെങ്ങും ഓണാഘോഷത്തിൽ. ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓണാഘോഷ പരിപാടികൾ. സദ്യവട്ടങ്ങൾ ഒരുക്കി ഹോട്ടലുകളും കാറ്ററിംഗ് സ്ഥാപനങ്ങളും. പുന്നമടയുടെ ഓളങ്ങൾക്ക് നാളെ തീപിടിക്കും. നെഹ്റു ട്രോഫി വള്ളംകളി നാളെ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. കൊണ്ടോട്ടിയിൽ ഓണാഘോഷത്തിനിടെ വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന MDMA പിടികൂടി പോലീസ്. പിടിച്ചെടുത്തത് കോളേജിനടുത്ത് പാർക്ക് ചെയ്ത കാറിൽ നിന്നും. വളാഞ്ചേരിയിലെ വാടക വീട്ടിലും വൻ ലഹരിവേട്ട. വടകര MDMA കേസിൽ പ്രതികളെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്ത് പോലീസ്. വീട്ടമ്മയ്ക്ക് ഭർത്താവ് മയക്കുമരുന്ന് നൽകിയ കേസ് അട്ടിമറിക്കാൻ പോലീസ്. കൂത്താട്ടുകുളത്തെ വീട്ടമ്മയുടെ പരാതിയിൽ വകുപ്പ് ഒഴിവാക്കി കേസെടുത്തു. മദ്യലഹരിയിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി CPM പ്രാദേശിക നേതാവ്. ആര്യങ്കാവ് പഞ്ചായത്ത് അംഗത്തിനെതിരെ കേസ്. അഴിമതി ചോദ്യം ചെയ്തതാണെന്ന് മനു മത്തായിയുടെ വിശദീകരണം. ലോറിയിൽ നിന്നും തെറിച്ചു വീണ കമ്പി തുളച്ചു കയറി ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്ക്. അപകടം തൃശൂർ കുട്ടനെല്ലൂരിൽ. ഇരുമ്പ് കമ്പികൾ മറിഞ്ഞു വീണത് ലോറി ബ്രേക്കിട്ടപ്പോൾ. തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിനെതിരെ പരസ്യ പ്രതിഷേധത്തിന് CPM. വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നിരോധനം ഏർപ്പെടുത്തിയ നീക്കത്തിൽ മുഖ്യമന്ത്രി നിലപാട് അറിയിക്കണമെന്ന ആവശ്യം. ഉത്തരവിറക്കിയ ചീഫ് സെക്രട്ടറിയെ മാറ്റണം.